തെറ്റിദ്ധാരണയും. പിശാച് ദീർഘവർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്ന രണ്ടായുധങ്ങൾ. പ്രധാനമായി സംശയങ്ങൾ എപ്പോഴും സംശയം മാത്രമായിരിക്കും. തെറ്റിദ്ധാരണ അതൊരു തെറ്റായ ധാരണയാണ്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 2-ാമത്തെ വാക്യത്തിൽ സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സാത്താൻ അല്ലെങ്കിൽ ആ പാമ്പ് സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ വാസ്തവമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ ആ സഹോദരി, സ്ത്രീ അല്ലെങ്കിൽ ഹൗവ അല്പം പോലും കൺഫ്യൂസ്ഡ് അല്ല. ഹൗവ പറയുന്നുണ്ട്, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവിക കൽപ്പനയിൽ, ആ സ്റ്റേറ്റ്മെൻറ്റിൽ, വിശ്വാസത്തിൽ, ആ വചനത്തിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ആ ഉറച്ചു നിന്ന വ്യക്തിയെ ഇളക്കാൻ, വീഴ്ത്താൻ, വ്യതിചലിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ പിശാച് എടുത്തിട്ട അടുത്ത ആയുധമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരാകുകയും ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. അപ്പോൾ നിങ്ങൾ ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ളവരായി മാറും. നിങ്ങളെപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ബന്ധിച്ച് ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്, സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. 2, നിങ്ങൾ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ദൈവത്തിന് അതിനകത്ത് എന്തോ ഒരു അസൂയുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവനെ പോലെ ആകുവാൻ, നിങ്ങൾ ആ നിലകളിൽ വരുവാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്കിനകത്ത്, ആ സഹോദരിയുടെ അകത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ആരോട്? ദൈവത്തോടൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പാമ്പ് അവിടെ പറയുന്നുണ്ട്, പിശാച് പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് ഒരു സംശയത്തിൻ്റെ വേർഡാണ്. കാരണം സംശയിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16, 17 വാക്യങ്ങളിൽ ഓൾറെഡി ദൈവം പറഞ്ഞിരുന്നു. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ദൈവം പറഞ്ഞത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പിശാച് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ഒരു സംശയം ഉണ്ടാക്കുകയാണ്. ദൈവം പറഞ്ഞു തിന്നരുതെന്ന്, പിശാച് പറയുന്നു അത് തിന്നാൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. ഒരു ഡൗട്ട് ആ സാത്താന്യ മേഖലയിൽ നിന്നും ആ സഹോദരിയുടെ ഉള്ളത്തിൽ ഉണ്ടാക്കുകയാണ്. എപ്പോഴും സംശയം അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് കൊണ്ടുവരുന്നത് ദൈവമല്ല. എൻ്റെ ദൈവം കൺഫ്യൂഷൻസിൻ്റെ ദൈവമല്ല. എൻ്റെ ദൈവം കൺഫർമേഷൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം തെറ്റിദ്ധാരണകളെ മാറ്റുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ഒരിക്കലും ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, ബന്ധങ്ങളെ മുറിച്ചെറിയുന്ന ദൈവമല്ല. എൻ്റെ ദൈവം ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. എൻ്റെ ദൈവം, നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്.
പ്രിയപ്പെട്ടവരെ, നോക്കുക, ഇവിടെ ഒന്നാമതായി ആ 4-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ സ്ത്രീയുടെ അകത്ത് ഒരു സംശയത്തെ പാമ്പ്, പിശാച് കൊണ്ടുവന്നിടുകയാണ്. 5-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വലിയ തെറ്റിദ്ധാരണ ഉളവാക്കുകയാണ്. അപ്പോൾ സംശയവും തെറ്റിദ്ധാരണയും പിശാചിൻ്റെ ആയുധമാണ്. ഇന്നും പല കുടുംബ ജീവിതങ്ങളെയും അവൻ തകർത്തെറിയുന്നത് ഈ 2 ആയുധം വെച്ചിട്ടാണ്. അനവധി ആയുധങ്ങൾ അവൻ്റെ പൈശാചിക ലോകത്ത് അവൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായും അവൻ ഇന്നും ഉപയോഗിക്കുന്നത് സഭകളിൽ, വ്യക്തികളിൽ, കുടുംബജീവിതങ്ങളിൽ, കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും ഇന്ന് ഈ സമൂഹത്തിനകത്ത് അവൻ ഏറ്റവും കൂടുതൽ കലക്കമുണ്ടാക്കുവാൻ, ബന്ധങ്ങൾ തകർത്തെറിയുവാൻ, സഭകളെ തകർത്തെറിയുവാൻ, കൂട്ടായ്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷകളെ തകർത്ത് കളയുവാൻ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായുള്ള ബന്ധം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ മീതെയുള്ള ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഓഫീസിലെ ആ സ്റ്റാഫും ബോസുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളെയും നല്ല നല്ല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും ഇല്ലാതെയാക്കുവാൻ സാത്താൻ അന്നും ഇന്നും ഈ തന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഒരിക്കലും ദൈവത്തിന് അവരുടെ അസൂയയില്ല. സകലത്തിലും മനുഷ്യൻ അധികാരമുള്ളവനായിരിക്കുമ്പോൾ തന്നെ അവൻ അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സകലത്തിൻ്റെ മുകളിലും വാഴുവാൻ ദൈവം അവസരവും അനുവാദവും അധികാരവും അവർക്ക് കൊടുത്തു. സകലത്തെയും വാഴുവാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്കും, എല്ലാറ്റിനും പേർ വിളിച്ചത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ദൈവം നിഷേധിച്ചു: തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. കാരണം നിങ്ങൾ എല്ലാറ്റിലും അധികാരമുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾ അധികാരങ്ങൾക്ക് വിധേയപ്പെടുന്നവരുമായിരിക്കണം. നമ്മളായിരിക്കുന്ന രാജ്യത്തിൽ നമുക്ക് വലിയ ഫ്രീഡമുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരോധമായി നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ടാകേണ്ടതായ കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകുന്ന കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഒരു സഭയിലായിരിക്കുമ്പോൾ ആ സഭയുടെ ശുശ്രൂഷകളോടും ദർശനത്തോടും, ഇങ്ങനെ നമ്മളെല്ലാവരും ഫ്രീ ആണെങ്കിലും, ആ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, നമ്മളെല്ലാവരും സ്വതന്ത്രരാണെങ്കിലും ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറവാക്കരുത് എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹീതരായി തീരുവാൻ സംശയിക്കുന്നവരാകാതെ, തെറ്റിദ്ധരിക്കുന്നവരാകാതെ. നമുക്കറിയാം, ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പ്രധാന കാരണം, പുറകെ നടന്ന് ഉപദ്രവിച്ചതിൻ്റെ പ്രധാന കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, ആ തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷേ ആ തെറ്റിദ്ധാരണ ശൗലിന് തന്നെ വിനയായി മാറി. അപ്പോൾ നമ്മുടെ അകത്ത് എവിടെയെങ്കിലും ഒരു തെറ്റായ ധാരണകളുണ്ടെങ്കിൽ, നമ്മുടെ അകത്ത് പിശാച് സംശയങ്ങൾ ജനിപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ, നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ചോ, നിങ്ങളുടെ മക്കളെക്കുറിച്ചോ, നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചോ, നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചോ ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, ദൈവം കൺഫ്യൂഷൻസ് കൊണ്ടുവരുന്ന ദൈവമല്ല. ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് നിൽക്കുന്നതായ ഈ സാത്താന്യ സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ. ദൈവം തമ്പുരാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: വിശ്വസിക്കുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക.